സൗദിയിൽ വധശിക്ഷയ്ക്ക് മിനിറ്റുകൾക്ക് മുൻപ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം പ്രതിക്ക് മാപ്പ് നൽകി. തബൂക്കിൽ 5 വർഷം മുമ്പ് നടന്ന കൊലപാതക കേസിലാണ് വധശിക്ഷ ഒഴിവായത്. വൻ തുകയുൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ നിരസിച്ചുകൊണ്ടാണ് പ്രതിക്ക് കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് മാപ്പ് നൽകിയത്. സൗദിയിലെ തബൂക്കിൽ 5 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുത്തേർ അൽ അത്തൈവി എന്ന സൗദി പൗരന്റെ മകനും മറ്റൊരു സ്വദേശി യുവാവും തമ്മിലുണ്ടായ വാക്കേറ്റം മുത്തേർ അൽ അത്തൈവിയുടെ മകന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് മകന്റെ ഘാതകന് പരമാവധി ശിക്ഷ ലഭിക്കാനായി മുത്തേർ നിയമ നടപടികളുമായി മുന്നോട്ടു പോയി. പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചു. ഇതോടെ പ്രതിക്ക് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിയുടെ കുടുംബം നിരവധി തവണ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെ സമീപിച്ചു. വൻ തുകയുൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളും നൽകി. എന്നാൽ പ്രതിക്ക് ശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് നിരവധി പൗരപ്രമുഖരും മധ്യസ്ഥ ശ്രമങ്ങളുമായി നിരവധി തവണ മുന്നോട്ട് വന്നെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ പിതാവ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാനോ പ്രതിക്ക് മാപ്പ് നൽകാനോ തയ്യാറായില്ല. ഒടുവിൽ പ്രതിക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ അധികൃതർ ഉത്തരവിട്ടു. ശിക്ഷ നടപ്പിലാക്കുന്നതിനായി തബൂക്കിലെ അൽ കിസാസ് സ്ക്വയറിൽ പ്രതിയെ കൊണ്ടുവന്നു. ഇരു കുടുംബങ്ങളും പൗരപ്രമുഖരും നാട്ടുകാരും ഇവിടെ എത്തിയിരുന്നു. പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുവാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. എന്നാൽ ശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലപ്പെട്ടയാളുടെ പിതാവ് പ്രതിക്ക് മാപ്പ് നൽകുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. കൂടി നിന്നവരെല്ലാം തക്ബീർ മുഴക്കിക്കൊണ്ട് അഥവാ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. കൂടാതെ അദ്ദേഹത്തിന്റെ അനുകമ്പയെ പ്രശംസിക്കുകയും ചെയ്തു. വികാരനിർഭരമായ സംഭവങ്ങളായിരുന്നു പിന്നീട് നടന്നത്. പ്രതിയുടെ കുടുംബം മുത്തേറിനോട് നന്ദി അറിയിക്കുകയും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം തന്റെ ഹൃദയത്തിൽ സമാധാനവും അനുകമ്പയും നിറച്ചു. അതിനാൽ ഞാൻ ദൈവത്തെയോർത്ത് പ്രതിക്ക് മാപ്പ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതുവരെ പിതാവിന് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായിരുന്നില്ലെന്നും സംഭവ സ്ഥലത്ത് വെച്ചാണ് പിതാവിന് മനമാറ്റമുണ്ടായതെന്നും കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരനും പ്രതികരിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.